ഇന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഇതിനൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. ഇത് തെറ്റാണ്. ഞാൻ പറയുന്നത് ഇവിടെ കേരള ഹിറ്റ്ലറായിട്ട് പിണറായി. അവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ജനങ്ങളോടൊപ്പം നിന്ന, അതായത് അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിൽ ഒരു ആദിവാസി യുവാവിനെ ആന കുത്തിക്കൊന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മൃഗങ്ങളുടെ ആക്രമണം ശക്തമായിരിക്കുക. മന്ത്രിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം രക്ഷിക്കാൻ നോക്കുന്നതല്ലാതെ ഈ കാര്യം ആക്ഷൻ എടുക്കുന്നില്ല. അപ്പോൾ ആന കുത്തി നിലത്ത് വീണ ആ ആദിവാസി യുവാവിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും വനം വകുപ്പിൻ്റെ ഒരാളും ഉണ്ടായില്ല. സ്വാഭാവികമായിട്ടും പ്രതിഷേധം ഉണ്ടായി. പ്രതിഷേധത്തിൻ്റെ മുമ്പിൽ ലോക്കൽ MLA മുൻപിൽ നിന്നു. അതിന് രാത്രി കൊലപാതകളെ പിടിക്കുന്ന പോലെയാണ് വീട് വളഞ്ഞിട്ട് ആളെ അറസ്റ്റ് ചെയ്തത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു ഭരണകക്ഷി MLA മുകേഷ് ഇമ്മോറൽ കേസിൽ പ്രതിയായിട്ട് അദ്ദേഹത്തിനെ കൺമുമ്പിൽ പോലും അറസ്റ്റ് ചെയ്യാൻ തയ്യാറാവാത്ത പോലീസാണ് ഇന്നലെ വീട് വളഞ്ഞ് ഇന്നലെ വരെ ഭരണകക്ഷിയായിരുന്ന ഒരു MLA ഇന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഇതിനൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. ഇത് തെറ്റാണ്. ഞാൻ പറയുന്നത് ഇവിടെ കേരള ഹിറ്റ്ലറായിട്ട് പിണറായി മാറുക. അത് ഞാൻ പറയാം, കേരള ഹിറ്റ്ലറാണ്. ആ ഹിറ്റ്ലറായി മാറിയ പിണറായിയുടെ ഭരണത്തിൻ്റെ അന്ത്യനാളുകളാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. അതായത് അത് കാത്തിരുന്ന് കാണാം. ഇപ്പോൾ ഇതിൽ ഞങ്ങൾ പറയുന്ന ഒരു MLA ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് ജനങ്ങളോടൊപ്പം നിന്നതിൻ്റെ പേരിൽ ഒരു MLA അറസ്റ്റ് ചെയ്ത രീതി തെറ്റാണെന്നാണ് UDFൻ്റെ ഒറ്റക്കെട്ടായിട്ടുള്ള അഭിപ്രായം. ഇവിടെ കേരള ഹിറ്റ്ലറായിട്ട് പിണറായി മാറുക. അത് ഞാൻ പറയാം, കേരള ഹിറ്റ്ലറാണ്. ആ ഹിറ്റ്ലറായി മാറിയ പിണറായിയുടെ ഭരണത്തിൻ്റെ അന്ത്യനാളുകളാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്.